കേന്ദ്രത്തിന് തെറ്റിയില്ല. CJPയുടെ ദേശവിരുദ്ധത മറനീക്കുകയാണ്. ബംഗാൾ മോഡൽ വിദ്യാർത്ഥി കലാപത്തിന് കൊപ്പുകൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഉയർന്നു വന്ന CJPയിൽ കൊടും ഭീകരൻ അബ്ദുൾ നാസർ മദനിയുടെ ഭാര്യ സുഫിയ മദനിയുടെ അടുത്ത ബന്ധുവും എന്ന വിവരങ്ങൾ. CJP വക്താവ് ഇഷ മറിയം ഹാരിസ് മദനിയുടെ കുടുംബവുമായി ബന്ധമുള്ള വ്യക്തി എന്നത് സംബന്ധിച്ച തെളിവുകൾ ജനം TVക്ക് ലഭിച്ചു എന്ന് സൂചന. CJPക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികൾ എന്ന കേന്ദ്ര ഏജൻസികളുടെ വാദം ഇതോടെ ശരിവെക്കുന്നതാണ്. CJP വക്താവിന്റെ മദനി ബന്ധം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. രാജ്യത്തിനകത്തെ അസ്വസ്ഥരായ യുവാക്കളുടെ കൂട്ടായ്മ ഈ രീതിയിലായിരുന്നു ആദ്യം CJP അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സോഷ്യൽ മീഡിയ പേജിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയത് എന്ന തരത്തിലും വ്യാഖ്യാനമുണ്ടായി. എന്നാൽ ഇതിന്റെ ഫോളോവേഴ്സിൽ മുഖ്യഭാഗവും പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സും അജ്ഞാതമായി തുടരുകയാണ്. കേരളത്തിലും തീവ്ര കമ്മ്യൂണിസ്റ്റുകളും രാജ്യവിരുദ്ധരും ജിഹാദികളുമാണ് നിലവിൽ CJPയെ ഏറ്റെടുത്ത പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തലുകൾ. സാധാരണ നിലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാമെന്നിരിക്കെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പിറവി സംഭവിച്ചത്. അമേരിക്കയിൽ ഇരുന്നാണ് CJPയുടെ സ്ഥാപകൻ 30-കാരനായ അഭിജിത് ദീപ്കെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 2020-നും 2023-നും ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അഭിജിത് ദീപ്കെ. നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദ വിദ്യാർത്ഥിയാണ്. ചില ആസൂത്രിത ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ. ദില്ലിയിൽ ഒത്തുകൂടാനും മനുഷ്യച്ചങ്ങലയ്ക്കുമുള്ള ആഹ്വാനവും ഒക്കെ ഉണ്ടായത് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുവാക്കൾ അസ്വസ്ഥരാണ്, അവർ സംതൃപ്തരല്ല എന്ന തരത്തിൽ കുപ്രചരണം അഴിച്ചുവിടുക, അയൽ രാജ്യങ്ങളിലെ കലാപങ്ങൾ, ബംഗാൾ പോലുള്ള രാജ്യങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു CJPയുടെ ശ്രമം. അതേസമയം CJPക്ക് പിന്നിലുള്ളവരെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഹാക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റഗ്രാം പേജ് വീണ്ടെടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ. CJPക്ക് എക്സൽ മാധ്യമ അക്കൗണ്ടും തുടങ്ങി കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പിന്തുണയുമായും എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്യപ്പെട്ട CJPയുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ നിയന്ത്രണം വീണ്ടെടുത്തുവെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ തന്നെയാണ് അറിയിച്ചത്. നിലവിൽ പേജിന് 2.2 കോടി ഫോളോവേഴ്സ് ഉണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് മരവിപ്പിച്ച ഔദ്യോഗിക എക്സ് അക്കൗണ്ടും വെബ്സൈറ്റും ഇപ്പോഴും ലഭ്യമല്ല. കൂടുതൽ ആളുകളുമായി ആശയവിനിമയം നടത്താനും സംശയ നിവാരണത്തിനുമായി CJP കോമോസ് എന്ന പേര് പുതിയൊരു എക്സ് അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. CJPക്ക് പിന്തുണയുമായി കോൺഗ്രസ് CPM നേതാക്കൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് പ്രകടമാകുന്നത് എന്നും അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ചുവരെഴുത്തുകൾ വായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ പോലുള്ളവരും CJPക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് പേജ് ഫോളോ ചെയ്യുന്നവരിൽ ഏറെയും എന്ന BJP ആരോപണം ദീപ്കെ വീണ്ടും തള്ളുകയാണ്. 94% ഫോളോവേഴ്സും ഇന്ത്യയിൽ നിന്നാണെന്ന് പേജിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദീപ്കെ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.